ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഞാൻ ആദ്യം എടുത്ത വീഡിയോയിൽ നോബൽ പ്രൈസിലാണ് തുടങ്ങിയത്. അന്ന് കെമിസ്ട്രിയും ഫിസിക്സും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല രസകരമായ കോഡൊക്കെ കൂടി നമ്മളത് പഠിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് കിട്ടിയ കുറേ പേരുടെ പേര് വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതിനൊക്കെയുള്ളതാണെന്ന് പറയാം. സമാധാനം, സാഹിത്യം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, അങ്ങനെ 4 വിഭാഗങ്ങളിലുള്ളതും കൂടിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. രസതന്ത്രവും ഭൗതിക ശാസ്ത്രവും നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പം ആദ്യമായിട്ട് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കാണ് 2025 കിട്ടിയതെന്ന് നോക്കാം. മരിയ കൊറീന മജാഡോ ഒരാളാണ്. മരിയ കൊറീന മജാഡോ വെനസ്വേലക്കാരിയാണ്. ജനാധിപത്യ അവകാശത്തിനും അധികാര കൈമാറ്റത്തിനും നടത്തിയ ഇടപെടലുകൾക്കാണ് അവർക്ക് പുരസ്കാരം കിട്ടിയത്. ഒന്നുകൂടെ പറയാം. മരിയ കൊറീന മജാഡോ വെനസ്വേലക്കാരിയാണ്. ജനാധിപത്യ അവകാശങ്ങൾക്കും അധികാര കൈമാറ്റത്തിനുമുള്ള ഇടപെടലുകൾക്കുമാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. ഇനി ഇത് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു കോഡ് പറയാം. മരിയയ്ക്ക് സമാധാനമായി കുറിക്കാൻ അവകാശവും അധികാരവും ഉണ്ട്. എന്താണ്? മരിയയ്ക്ക് സമാധാനമായി കുറിക്കാൻ അവകാശവും അധികാരവും ഉണ്ട്. അപ്പം കുറിക്കുക എന്നുള്ള വാക്കിനകത്ത് കൊറീന എന്ന് കിട്ടണം. മരിയ. പിന്നെ സമാധാനമായി കുറിക്കാൻ, അവിടെ സമാധാനത്തിനാണ് മരിയ കൊറീനയ്ക്ക് പുരസ്കാരം കിട്ടിയതെന്ന് മനസ്സിലാക്കാം. ഇനി കുറിക്കാൻ ഇഷ്ടം മഞ്ചും വാനില കേക്കുമാണ്. എന്താണ് കുറിക്കാൻ ഇഷ്ടം? എന്താണ് മരിയയ്ക്ക്? മഞ്ചും വാനില കേക്കും. അതിനകത്ത് മജാഡോ എന്നുള്ള മഞ്ചും പിന്നെ വെനസ്വേലക്കാരിയാണെന്ന് ഓർക്കാൻ വേണ്ടി വാനില എന്നും ഓർത്തു വെക്കുക. ഒന്നുകൂടെ കോഡ് പറയാം. മരിയയ്ക്ക് സമാധാനമായി കുറിക്കാൻ അവകാശവും അധികാരവും ഉണ്ട്. അതെന്താണ്? ജനാധിപത്യ അവകാശത്തിനും അധികാര കൈമാറ്റത്തിനും ഉള്ള ഇടപെടലിനാണ് അവർക്ക് പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അത് ഓർമ്മ വരാനാണ് അവകാശവും അധികാരവും ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ കുറിക്കാൻ ഇഷ്ടം മഞ്ചും വാനില കേക്കും. മഞ്ച് മജാഡോ, വാനില വെനസ്വേല. ഓർത്തു വെക്കുക. അപ്പം നമ്മൾ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ. ഒരാളുടെ പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, എന്തിനാ കിട്ടിയെന്ന് പറഞ്ഞു, കോഡും പറഞ്ഞു. ഇനി അടുത്തത് സാഹിത്യ മേഖല. സാഹിത്യ മേഖലയിൽ കിട്ടിയതും ഒരാൾക്കാണ്. ലാസ്ലോ ക്രസ്നഹോർക്കെ. എന്താണ്? ലാസ്ലോ ക്രസ്നഹോർക്കെ. ഹംഗറിക്കാരിയാണ്. എന്താണ്? ഹംഗറിക്കാരിയാണ്. അപ്പം ഹംഗറിക്കാരനായ ഹോർക്കെ ലാസ്റ്റിൽ ലോ പഠിച്ചവനായിരുന്നുവെന്ന് ഓർത്തു വെക്കുക. ഹംഗറിക്കാരനായ ഹോർക്കെ എന്ന് ഓർത്തു വെക്കുക. ലാസ്റ്റിൽ എന്ന് പറയുമ്പോൾ തോറ്റെന്ന് ഓർത്താൽ മതി. ഇപ്പൊ തോറ്റു എന്ന് ഓർക്കുമ്പോൾ ലാസ്റ്റില് അങ്ങനെ ഓർക്കുക. ലാസ്റ്റിൽ ലോ പഠിച്ചവനായിരുന്നു. പക്ഷേ സാഹിത്യത്തിലും കലയിലും മിടുക്കനായിരുന്നു എന്നും കൂടി ഓർത്തു വെക്കുക. സാഹിത്യത്തിലും കലയിലും മിടുക്കനായിരുന്നു. ആര്? ഹോർക്കെ. ആ ലാസ്ലോ ക്രസ്ന ഹോർക്കെ എന്ന് ഓർക്കുമ്പോൾ അവസാനം ആ ഹോർക്കെ എന്ന നെയിമെങ്കിലും കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഇതിന് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് കിട്ടിയത്? സാഹിത്യത്തെയും കലയെയും ശക്തിപ്പെടുത്തിയതിന് തന്നെയാണ് ഹോർക്കെക്ക് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം ലാസ്ലോ ക്രസ്ന ഹോർക്കെ ഹംഗറി രാജ്യക്കാരൻ. ഹംഗറിക്കാരനായ ഹോർക്കെ ലാസ്റ്റിൽ ലോ പഠിച്ചവനായിരുന്നു. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരാൾക്കല്ല 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. എത്ര പേർക്കാണ്? 3 പേർക്ക്. അപ്പോൾ ആർക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഫിലിപ്പ് അഗിയോൺ, ഫ്രാൻസിൽ നിന്നുള്ള ആളാണ്. ആരാണ്? ഫിലിപ്പ് അഗിയോൺ, ഫ്രാൻസിൽ നിന്നുള്ള ആളാണ്. 2 ജോയൽ മോക്കർ. ആരാണ്? ജോയൽ മോക്കർ. USA ജനിച്ചു. നെതർലൻഡിൽ നിന്നുള്ള ആളാണ്. പീറ്റർ ഹൗവിറ്റ്. എന്താണ്? പീറ്റർ ഹൗവിറ്റ്, കാനഡ. 3 പേരായി. ഇനി നമുക്ക് അതിന്റെ കോഡ് നോക്കാം. ഫ്രാൻസിൽ നിന്നുള്ള ഫിലിപ്പിന് അമേരിക്കയ്ക്ക് പോകാൻ ആഗ്രഹമായിരുന്നു. അപ്പൊ ഫ്രാൻസിൽ നിന്നുള്ള ഫിലിപ്പ് ഡയറക്റ്റ് ആണ്. ഫ്രാൻസിൽ നിന്നുള്ള ഫിലിപ്പിന് എവിടെ പോകാൻ? അമേരിക്കയ്ക്ക് പോകാൻ ആഗ്രഹമായിരുന്നു.
അപ്പോൾ ഫ്രണ്ടും USA-കാരനുമായ ജോയൽ നെതർലൻഡ്സിൽ നിന്നും അവനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി. നെതർലൻഡ്സിൽ നിന്നും അവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവരുടെ ഉറ്റ ചങ്ങാതിയായ കാനഡക്കാരനായ വിറ്റ് പറയുന്ന പീറ്ററിനെ അവർ കണ്ടുമുട്ടി. പീറ്ററിനെ അവർ കണ്ടുമുട്ടി. വിറ്റ് എന്ന് പറയുമ്പം ആരെ ഓർക്കണം? ഹൗവിറ്റിനെ ഓർക്കണം. പീറ്റർ ഹൗവിറ്റിനെ ഓർക്കണം. വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തമാശ പറയുന്ന പീറ്ററിനെ അവർ കണ്ടുമുട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വിറ്റെന്ന് നമ്മൾ അവിടെ കോഡിൽ ഓർക്കുമ്പം നമുക്ക് എന്തെന്ന് കിട്ടണം? ഹൗ വിറ്റെന്ന് കിട്ടണം. ഒന്നുകൂടെ കോഡ് പറയാം. ഫ്രാൻസിൽ നിന്നുള്ള ഫിലിപ്പിന്. അപ്പൊ ഫ്രാൻസിൽ നിന്നുള്ള ഫിലിപ്പെന്ന് കിട്ടി. അമേരിക്കയ്ക്ക് പോകാൻ ആഗ്രഹമായിരുന്നു. ഫ്രണ്ടും അമേരിക്കക്കാരനുമായ ജോയൽ. അപ്പൊ ജോയൽ അമേരിക്കയിൽ നിന്ന് കിട്ടി. നെതർലൻഡ്സിൽ നിന്നും അവനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി. നെതർലൻഡ്സ് ആരുടെ രാജ്യമാണ്? ജോയൽ മോക്കിയറിന്റെ രാജ്യമാണ്. ഇനി അപ്പോൾ അവരുടെ ഉറ്റ ചങ്ങാതിയായ കാനഡക്കാരനായ വിറ്റു പറയുന്ന പീറ്ററിനെ അവർ കണ്ടുമുട്ടി. അപ്പം കാനഡ, പീറ്റർ, ഹൗവിറ്റ് എന്നും കിട്ടും. ഒരു കഥ പോലെ ഓർത്ത് വെച്ചാൽ മതി. കഥ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് പുരസ്കാരങ്ങളുടെയും ഇത് ഓർത്ത് വെക്കാം. ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 പേരുള്ളത് കൊണ്ട് ഇവർ അങ്ങനെ പോയി ഇങ്ങനെ പോയി, അയാൾ വിറ്റ് പറയുന്നവനായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് വൈദ്യശാസ്ത്രം നോക്കാം. അതിനു മുമ്പ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് ഫിലിപ്പിനും പീറ്റർക്കും ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷന്, അതായത് സർഗാത്മക നവീകരണത്തിനാണ് അവാർഡ് കിട്ടിയത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, സർഗാത്മക നവീകരണത്തിന്. ഇനി ജോയൽ മോക്കിയറിന് നവീകരണത്തിനാണ് കിട്ടിയത്. സർഗാത്മക നശീകരണമാണ് കേട്ടോ. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, സർഗാത്മക നശീകരണത്തിനാണ് ഫിലിപ്പിനും പീറ്റർക്കും കിട്ടിയത്. ജോയലിനാണ് നവീകരണത്തിന് കിട്ടിയത്. ജോയൽ മോക്കിയറിനാണ് നവീകരണത്തിന് കിട്ടിയത്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു മേഖലയും കൂടെ ഉണ്ട്, വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൽ 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. മേരി ഇ ബ്രാങ്കോ USA, ഷിമോൺ സകാഗുച്ചി ജപ്പാൻ, ഫ്രെഡ് റാംസ്ഡെൽ USA. 3 പേരെ കിട്ടിയല്ലോ. 2 USA-കാരും 1 ജപ്പാൻകാർക്കുമാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ഇത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ സംബന്ധിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പ്രതിരോധ മേഖലയിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത് കോഡാക്കാം. US-ൽ നിന്നുള്ള ബ്രങ്കോയ്ക്കും ഫ്രെഡിക്കും ജപ്പാനിലുള്ള ഷിമോന് സക്കാത്ത് കൊടുത്തു. സക്കാത്ത് കൊടുത്തു. ഒന്നുകൂടെ പറയാം. US-ൽ നിന്നുള്ള ബ്രാങ്കോയ്ക്കും ഫ്രെഡിനും ജപ്പാനിൽ നിന്നുമുള്ള ഷിമോയ്ക്ക് സക്കാത്ത് കൊടുത്തു. ഒത്തിരി പാടാണ് ഓർത്ത് വെക്കാൻ. സക്കാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു ആചാരമാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ കൊടുക്കുന്ന ഒരു ആചാരമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതിന് കൊണ്ടുപോയി അല്ലെങ്കിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ബ്രങ്കോയ്ക്കും ഫ്രെഡിനും ജപ്പാനിൽ നിന്നുള്ള ഷിമോയ്ക്ക് സക്കാത്ത് കൊടുത്തു. നമ്മുടെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരവും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം ഏതായിരുന്നു? രസതന്ത്രം, 2ാമത് ഭൗതിക ശാസ്ത്രം, 3ാമത് സമാധാനം, 4ാമത് സാഹിത്യം, 5ാമത് സാമ്പത്തിക ശാസ്ത്രം, ഏറ്റവും ലാസ്റ്റ് വൈദ്യശാസ്ത്രം. 6 വിഭാഗങ്ങളിലുള്ള നോബൽ പ്രൈസ് പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. നമ്മളിപ്പോൾ അത് പഠിച്ചും കഴിഞ്ഞു, കോഡ് കിട്ടു. ഇനി നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ 1ാം ലോക മഹായുദ്ധം ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ വിപ്ലവങ്ങളുടെ സെക്ഷൻ അവസാനിച്ചതിന് ശേഷമുള്ള ഇനി 1ാം ലോക മഹായുദ്ധത്തെ പറ്റിയായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.